1971 ജൂൺ 14 തിരുവനന്തപുരത്തായിരുന്നു മധുസൂദനൻ ജയചന്ദ്രൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ്റെ ജനനം. 5-ാം വയസ്സ് മുതൽ പ്രഗത്ഭ ഗുരുനാഥന്മാരോടൊപ്പം, അതായത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് അടക്കമുള്ള ഗുരുക്കന്മാരോടൊപ്പം അദ്ദേഹം സംഗീതം അഭ്യസിച്ചു. യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലൊക്കെ താരമായിരുന്നു അദ്ദേഹം അന്ന്. 1992 വസുധ എന്ന ചിത്രത്തിൽ ഗായകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം. അതിനുശേഷം അറിയപ്പെടുന്ന ദേവരാജൻ മാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു. 1995 ചന്ത എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ സംഗീത സംവിധായകൻ എന്ന പദവി ആദ്യമായി കൈവരിക്കുന്നത്. 126 ചലച്ചിത്രങ്ങൾക്കും അനേകം ആൽബങ്ങൾക്കും അനേകം സീരിയൽ ഗാനങ്ങൾക്കുമെല്ലാം സംഗീതം പകർന്ന എം ജയചന്ദ്രനെ തേടി 9 പ്രാവശ്യം മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് എത്തി. അതുതന്നെ ഒരു റെക്കോർഡാണ്. 2005 നോട്ടം എന്ന ചിത്രത്തിലെ മെല്ലെയാണ് യാത്ര എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള പുരസ്കാരവും നേടി. 2015 എന്നു നിൻ്റെ മൊയ്തീനിലെ സംഗീതത്തിന് അദ്ദേഹത്തെ തേടി വന്നത് ദേശീയ പുരസ്കാരവുമാണ്. അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡ് കിട്ടിയ ചിത്രങ്ങൾ ഇതൊക്കെയാണ്. 2003 ഗൗരി ശങ്കരം നമുക്ക് ഓർമ്മയുണ്ട്. കണ്ണിൽ കണ്ണിൽ മിന്നും കണ്ണാടിയിൽ, അതേപോലെ ഉറങ്ങാതെ ഉറങ്ങിയില്ല തുടങ്ങിയ ഗാനങ്ങളൊക്കെയുള്ള ശ്രുതിമധുരമായ സംഗീതം സന്നിവേശിപ്പിച്ച ഗൗരി ശങ്കരം. 2004 2 ചിത്രങ്ങളാണ്, പെരുമഴക്കാലം, അതേപോലെ തന്നെ കഥാവശേഷൻ, രാക്കിളിതൻ, അതേപോലെ തന്നെ കല്ലായി കടവത്തെ പോലുള്ള ഗാനങ്ങളൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ടിരിക്കുന്നു. 2007 നിവേദ്യം, അതിൽ തന്നെ കോലക്കുഴൽ, അതേപോലെ തന്നെ കൂടെയുള്ള കുറേ ട്രഡീഷണൽ ടച്ചുള്ള പാട്ടുകളൊക്കെ. 2008 മാടമ്പി, അതിൽ തന്നെ പ്രത്യേകിച്ച് അമ്മ മഴക്കാറിന് കണ്ണിറങ്ങി എന്നുള്ള മനോഹരമായ ഗാനം. 2010 കരയിലേക്കൊരു കടൽ ദൂരം, അതിനകത്ത് തന്നെ ONV രചിച്ച ഹൃദയത്തിൻ മധുപാത്രം പോലുള്ള ഗാനങ്ങൾ ഏത് സംഗീത പ്രേമിക്കാണ് മറക്കാൻ സാധിക്കുക. 2012 അവാർഡ് നേടിയത് സെല്ലുലോയിഡ് എന്ന ചിത്രമാണ്. അതിൽ തന്നെ നമുക്കറിയാം കാറ്റേ കാറ്റേ തുടങ്ങിയ വൈക്കം വിജയലക്ഷ്മിയൊക്കെ പാടിയ പാട്ടുകളൊക്കെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകാം. 2016 കാമ്പോജി എന്ന ചിത്രത്തിനും 2021 സൂഫിയും സുജാതയും, 2023 19-ാം നൂറ്റാണ്ട്, ഇത്രയും ചിത്രങ്ങൾക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. കൂടാതെ 5 ഫിലിം ഫെയർ അവാർഡുകൾ, 9 മിർച്ചി മ്യൂസിക് അവാർഡുകൾ, 2 ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡുകൾ, 4 ഏഷ്യാനെറ്റ് ഫിലിം അവാർഡുകൾ, 1 കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ്, 1 ഏഷ്യ വിഷൻ അവാർഡ്, 1 വിജയ് TV അവാർഡ്, 1 മഴവിൽ മാംഗോ അവാർഡ് തുടങ്ങിയ അനേകം പുരസ്കാരങ്ങളാണ്. മികച്ച ഗാനങ്ങൾ ഓർക്കുകയാണെങ്കിലോ ഒരുപാട്, എണ്ണിയാൽ തീരാത്തത്ര ഗാനങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട പെട്ടെന്ന് ഓർക്കാവുന്ന ഗാനങ്ങൾ വാതിക്കൽ വെള്ളരിപ്രാവ്, അതിലെ ജൂണിലെ നിലാമഴയിൽ, നിലാവേ നിലാവേ നീ പിണങ്ങല്ലേ, ഓ സൈനബ, കാത്തിരുന്ന് കാത്തിരുന്ന്, പാട്ടിൽ ഈ പാട്ടിൽ, ലാലി ലാലിയിലെ, അകലെ എന്ന ചിത്രത്തിലെ അകലെ അകലെ എന്ന ഗാനം, ഓർക്കുക വല്ലപ്പോഴും, അതുപോലെ ശിവഗംഗെ ശിലാഗംഗെ, നീർമാതളപ്പൂ പോലെ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ, മണിക്കുയിലെ മണിക്കുയിലെ, മാമഴയിലെ പൂവയിലെ, കണ്ടു കണ്ടു കൊതി, മെയ് മാസം മനസ്സിനുള്ളിൽ, പച്ചപ്പനന്തത്തെ, ഏതോ രാത്രി മഴ, കുസുമവദന മോഹസുന്ദര, കണ്ടോ കണ്ടോ കടല് കണ്ടിട്ട് എത്ര നാളായി, മറന്നുപോ പൂമകളെ എന്നിങ്ങനെ പോകുന്ന 100 കണക്കിന് ഗാനങ്ങൾ. ഒപ്പം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പ്രണയഗാന പരമ്പരയിലെ ഓർമ്മയ്ക്കായി ഇനി ഒരു സ്നേഹഗീതത്തിൻ്റെ പ്രണയമഴ നനഞ്ഞവരാണ് 90 യൂത്തുകൾ. ഒപ്പം ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന ഗാനത്തിൻ്റെ വിരഹത്തിൻ്റെ നൊമ്പരവും. എം ജയചന്ദ്രൻ്റെ പാട്ടുകൾ കേൾക്കാത്ത ജീവിച്ചിരിക്കുന്ന മലയാളി ഉണ്ടോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലികൾ വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ പകരുന്നു. തൻ്റെ ഗാനങ്ങൾക്ക് ഏറ്റവും ചേരുന്ന ശബ്ദമുള്ള ഗായകരെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ സംഗീത വിജ്ഞാനം ഓരോ ഈണങ്ങളെയും വ്യത്യസ്തമാക്കുന്നു. ഇനിയും അനേകം ചലച്ചിത്രങ്ങൾക്ക് ജീവൻ പകരുവാൻ അദ്ദേഹത്തിൻ്റെ സർഗശേഷിക്കാകട്ടെ എന്ന് ആശംസിക്കാം.